ഇപ്പോൾ മലയാളികൾ മുഴുവൻ എമ്പുരാന്റെ പുറകെയാണ് സഞ്ചരിച്ചത്. പക്ഷേ ഇപ്പോൾ നടന്ന സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് കാശ്മീരിൽ നടന്ന സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് 2006 ഒരു സിനിമ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമയുടെ പേര് ബാബാ കല്യാണിയാണ്. അതിൽ ഇന്ദ്രജിത്ത് അഭിനയിച്ച ഒരു കഥാപാത്രം, ആ കഥാപാത്രത്തിന് സമാനമായ വിവരങ്ങളാണ് ഈ കാശ്മീരിൽ നിന്ന് വരുന്നതിൽ. തീർച്ചയായിട്ടും ഈ 2006 ഇറങ്ങിയ ഇപ്പോൾ മലയാളികൾക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. ആദ്യം പറയേണ്ടത് അതാണ്, എമ്പുരാനല്ല ശരി, ബാബാ കല്യാണിയാണ് ശരി എന്നുള്ളതാണ് ഇപ്പോൾ മലയാളികൾക്ക് പൊതുവെ ചലച്ചിത്ര ആസ്വാദകർക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം. ഈ 2006 ഇറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ബാബാ കല്യാണി. അതായത് നമ്മുടെ തമിഴ്നാട്ടിലെ ചരിത്രപ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് പഴനിമലയിലെ പഴനിമല കോവിലും സുബ്രഹ്മണ്യൻ കുടികൊള്ളുന്ന ആ മുരുകക്ഷേത്രം. അവിടെ ബോംബ് വെച്ച് തകർക്കാനായിട്ട് ഒരു വിഭാഗം ആൾക്കാർ ശ്രമിക്കുന്നതാണ് ആ സിനിമയിലെ ഇതിവൃത്തം. അതിലെ കഥ അതാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു ബാബു എന്ന ഒരു അധ്യാപകനാണ്. അയാളുടെ ശരിക്കുള്ള പേര് സഹീർ മുഹമ്മദ് എന്നാണ്. അവിടെയുള്ള ഒരു വലിയ ഇസ്ലാമിക പണ്ഡിതനായ എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിക്കുന്ന ഒരു ഇസാ മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതൻ്റെ മരുമകനാണ് ഈ ബാബു. ഈ ബാബു ഒരു കോളേജ് അധ്യാപകനാണ്. പക്ഷെ ബാബുവിൻ്റെ നേതൃത്വത്തിൽ കുറേ ചെറുപ്പക്കാരെ അയാൾ സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് ഈ പഴനിമല ക്ഷേത്രം, ഏറ്റവും പ്രധാനപ്പെട്ടത് അധ്യാപകനാണ് എന്നുള്ളതാണ്. ആ പഴനിമല ക്ഷേത്രം തകർക്കാൻ അയാൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആ കഥ. അവസാനം അയാൾ അതിൽ വിജയിക്കുന്നില്ല, പോലീസിൻ്റെ വെടികൊണ്ട് മരിക്കുന്നു എന്നുള്ളതാണ് ആ സിനിമയുടെ ക്ലൈമാക്സ്. അങ്ങനെയാണ് ഇവിടെ ഈ കാശ്മീരിലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതാണ്. ഈ അധ്യാപകനായ ആദിൽ ഹുസൈൻ തോക്കർ എന്ന് പറയുന്ന ഒരു ബിരുദാനന്തര ബിരുദം നേടി അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു യുവാവ്, കാശ്മീരി യുവാവാണ് ഇവിടെ ഈ കാശ്മീർ ഭീകരാക്രമണത്തിന്, ഈ പഹൽഗാമിലെ ഈ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ ആക്രമണം ഏതാണ്ട് അതിൻ്റെ എല്ലാ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ഹാഷിം മൂസ എന്നറിയപ്പെടുന്ന, അതിലാകെ 5 പേരാണ് നേരിട്ട് പങ്കെടുത്തിരിക്കുന്നത്. 3 പാകിസ്ഥാനികളും 2 കാശ്മീരികളും. അല്ലാതെ ഒരു പാകിസ്ഥാനി കൂടി അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. എന്തായാലും നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ചില വിവരങ്ങൾ കൂടി പുറത്ത് വന്നിട്ടുണ്ട്. ഈ ഹാഷിം മൂസയുടെ സുലൈമാൻ എന്ന പേരിലും ഹാഷിം മൂസ അറിയപ്പെടുന്നുണ്ട്. ഈ 5 അംഗ സംഘത്തെ നയിച്ചിരുന്നത് ഹാഷിം മൂസയാണ്. അതിലാണ് ഈ അധ്യാപകനായ ആദിൽ ഹുസൈൻ തോക്കറും ഉൾപ്പെട്ടിരുന്നത്. പിന്നെ ആ സിനിമയിൽ പറയും പോലെ തന്നെ ഒരു കുടുംബത്തിലെ, സാമ്പത്തികമായി ഉന്നതിയിലുള്ള ഒരു കുടുംബത്തിലെ വിദ്യാഭ്യാസമുള്ള അധ്യാപകനെയായിരുന്നു അവസാനം തീവ്രവാദ ക്യാമ്പിൽ ചേരുകയും അദ്ദേഹം രാജ്യവിരുദ്ധനായി മാറുന്നത്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹം ഒരു അധ്യാപകനാണ്. ഇവിടെയും എങ്ങനെയാണ് ഇത്രയും ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചവരെ പോലും ഈ തീവ്രവാദികൾക്ക് തങ്ങളുടെ വഴിയെ നടത്താൻ സാധിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അത് ഏറ്റവും പ്രധാനപ്പെട്ട മതത്തിന്റെ സ്വാധീനമായിരിക്കും. തീർച്ചയായിട്ടും മതം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യും? ഇതൊരു തരം ഈ മയക്കുമരുന്ന് പോലെയാണ്. അതുകൊണ്ടാണല്ലോ പണ്ട് കാറൽ മാർക്സ് പറഞ്ഞത്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞത്. അതിന് മനുഷ്യനെ കൊണ്ട് നല്ലതും ചെയ്യിക്കാൻ സാധിക്കും, ചീത്തയും ചെയ്യാൻ സാധിക്കും. ഇതാ ഈ ചെയ്യുന്ന ചീത്തകളൊക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ആ വലിയ ഉന്നത വിദ്യാഭ്യാസം നേടിയ, കൃത്യമായിട്ടും അധ്യാപന പരിചയമുള്ള, അധ്യാപന വൃത്തി ചെയ്തിരുന്ന, അത് ഏറ്റവും ഈ അത്ഭുതപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുമ്പോൾ ഈ വലിയ രീതിയിൽ എഡ്യൂക്കേഷൻ നേടിയ യുവാക്കൾ ഉൾപ്പെടെ ഈ ഹൂറികളെയും മദ്യപ്പുഴയ്ക്കും വേണ്ടി ഈ മറ്റുള്ള മനുഷ്യരെ കൊല്ലുന്നതെന്ന് കേൾക്കുമ്പോൾ തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ്. നമുക്ക് അവിശ്വസനീയമാണത്. പക്ഷേ ഇവരെല്ലാവരും അങ്ങനെ മതത്തിൻ്റെ ആ ലഹരിക്ക് അടിമപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത്. അവർ ഈ ഭൂമിയിലെ ജീവിതത്തെക്കാൾ ആ മരണാനന്തരമുള്ള സ്വർഗീയ ജീവിതത്തെയാണ് അവർ കൂടുതൽ ലക്ഷ്യം വെക്കുന്നത്. അവർ ഒരു ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ അവർ പറയുന്നത്, നമുക്കിനി അള്ളാഹുവിൻ്റെ ദർബാറിൽ വെച്ച് കാണാം എന്നൊക്കെ പറയുന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമയിൽ അത്തരം രംഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അവർ ഈ പറയുന്നത് പോലെ അവർക്ക് സ്വർഗീയ അനുഭവം, ആ സ്വർഗീയ സുഖം, അതാണ് അവർ പിന്നീട് ലക്ഷ്യം വെക്കുന്നത്. ഈ ഭൂമിയിലെ ജീവിതം അവരെ സംബന്ധിച്ച് വ്യർത്ഥമാണ്. അവരതിൽ വലിയ നന്മയൊന്നും കാണുന്നില്ല. അപ്പോൾ എന്ത് വില കൊടുത്തും സ്വർഗത്തിലെത്താനുള്ള ഒരു അത്തരത്തിൽ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ട്, ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട ചെറുപ്പക്കാർ പ്രത്യേകിച്ചും, അവർക്ക്
ഈ പറയുന്നത് പോലെ ജീവിതത്തിൻ്റെ ഈ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള അറിവൊന്നും അവർക്കില്ല. അവർ പക്വതയോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു ജീവിതാനുഭവങ്ങളുടെ ഒരു തെളിച്ചമോ ഒന്നും അവർക്ക് ആ സമയത്ത് ഉണ്ടാകണമെന്നില്ല. പ്രത്യേകിച്ചും ഒരു കൗമാരകാലത്തും യുവാവസ്ഥയിലേക്ക് കാലൂന്നുന്ന ആ പ്രായത്തിലുമൊക്കെ ഇത്തരത്തിലുള്ള സംഘങ്ങളിൽ പെട്ടുപോയാൽ, ഇത്തരത്തിലുള്ള ആൾക്കാരുടെ കയ്യിൽ പെട്ടുപോയാൽ പോക്കാണ്. അവർ നമ്മളെ അടിമുടി മാറ്റി കൃത്യമായിട്ടും ഒരു മതം മാത്രം തിന്ന് ജീവിക്കുന്ന ഒരു ജീവിയാക്കി നമ്മളെ മാറ്റും എന്നുള്ളത് വ്യക്തമാണ്. അതിൻ്റെ നേർചിത്രമാണ് നമ്മളിവിടെ കണ്ടത്. ഈ കാശ്മീരിൽ ഇത് പങ്കെടുത്ത 5 പേരും ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്. ഈ പറയുന്നത് പോലെ അവർ ഇപ്പോൾ ഈ ഭീകരാക്രമണത്തിന് ശേഷം അവർ മുങ്ങിയിരിക്കുകയാണ്. അവർ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഈ ആദിൽ ഹുസൈൻ തോക്കർ അനന്തനാഗ് ജില്ലയിലുള്ള ആളാണ്. ഈ അനന്തനാഗ് ജില്ലയിൽ നേരത്തെ അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ പുറത്തു വന്നിരുന്നു, വളരെ കൃത്യമായിട്ട് എവിടെയാണ് വീട് എന്നൊക്കെ ഉള്ളത് പുറത്തു വന്നിരുന്നു. എന്തായാലും നമ്മളെ പൃഥ്വിരാജിന്റെ എമ്പുരാനല്ല ചേട്ടാ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ എമ്പുരാനല്ല കൃത്യമായിരിക്കുന്നത്. അതെ, കൈലാസിന്റെ ബാബാ കല്യാണിയാണ് കൃത്യമായിരിക്കുന്നത്. എമ്പുരാനിൽ അദ്ദേഹം കഥയെ വളച്ചൊടിക്കുന്നതല്ല ജനങ്ങൾക്ക് മനസ്സിലായി. അതോടൊപ്പം തന്നെ ഈ തീവ്രവാദ ക്യാമ്പിനെ കുറിച്ച് ജനങ്ങൾക്ക് അറിവ് കൊടുത്തതും അദ്ദേഹമായിരുന്നല്ലോ. അതിൽ കൃത്യമായി തന്നെ ദൃശ്യങ്ങൾ പറയുന്നുണ്ട്. അവിടുത്തെ മുദ്രാവാക്യങ്ങൾ, മതങ്ങളുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങൾ അതിൽ ചിത്രീകരിക്കുന്നുണ്ട്. അങ്ങനെ വർഷങ്ങൾക്ക് മുൻപ് മോഹൻലാൽ ഒരു കൃത്യമായ ഒരു സിനിമയിൽ അഭിനയിച്ചെങ്കിൽ ഇങ്ങ് 2025 വരുമ്പോൾ അദ്ദേഹം അത് നേരെ തിരിച്ചു വരിക പോയിട്ട് മറ്റൊരു ഒരു നരേറ്റീവ്, മറ്റൊരു ആഖ്യാനം അതിന് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത്രത്തോളം ഈ പറയുന്നത് പോലെ ഇവർക്കൊക്കെ നമ്മുടെ രാജ്യത്ത് സ്വാധീനമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഒരു അധ്യാപകൻ തൻ്റെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള അധ്യാപന ജോലി വിട്ടിട്ട് ഇത്തരത്തിലുള്ള ഈ പറയുന്ന പ്രത്യേകിച്ച് കേരളത്തിൽ ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസം നേടിയവരെല്ലാം വലിയ രീതിയിൽ ഈ മതം സൂചിപ്പിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ടാണ്. ഈ വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അത് നടപ്പിലാക്കുന്നത് വലിയ രീതിയിൽ വിദ്യാഭ്യാസം നേടിയ സ്ത്രീകളോ അവരുടെ ഭർത്താക്കന്മാരോ എല്ലാമാണ്. അല്ല, അവരെ സംബന്ധിച്ച് അത് ഞാൻ പറഞ്ഞല്ലോ, അവരിപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പശു പ്രസവിക്കുന്നു, ആട് പ്രസവിക്കുന്നു, പട്ടി പ്രസവിക്കുന്നു, പൂച്ച പ്രസവിക്കുന്നു. ഇതൊക്കെ ഏത് ആശുപത്രി പോയിട്ടാണ് പ്രസവിക്കുന്നത്? നോക്കൂ, ഈ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? വളരെ ശരിയല്ലേ, യുക്തിസഹമല്ലേ? പട്ടിയും പൂച്ചയൊക്കെ ഏത് ആശുപത്രി പോയിട്ടാണ് പ്രസവിക്കുന്നത്? അപ്പോൾ എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് ഈ പട്ടിയും പൂച്ചയും ഒക്കെ ജീവിക്കുന്ന പോലെയാണോ മനുഷ്യൻ ജീവിക്കുന്നത്? പട്ടിയും പൂച്ചയും പെരുമാറുന്നത് പോലെയാണോ മനുഷ്യൻ പെരുമാറുന്നത്? കുറഞ്ഞ പക്ഷം ഒരു പശു പ്രസവിക്കുന്ന കാളക്കുട്ടി വലുതായി കഴിഞ്ഞാൽ ആ അമ്മ പശുവുമായിട്ട് അത് ഇണചേരും, അല്ലെങ്കിൽ ആ കാളയുടെ ബീജം എടുത്ത് ആ പശുവിന് കുത്തിവെക്കും. പശുവിനും പട്ടിക്കെല്ലാം വാക്സിൻ എടുക്കും, ഇവരതിന് സമ്മതിക്കില്ല. അല്ല, അങ്ങനെ ഞാൻ പറയുന്ന അത്തരത്തിലുള്ള മൃഗങ്ങൾക്ക് എന്ത് ധാർമ്മിക ബോധമാണുള്ളത്? അതേസമയം മനുഷ്യൻ അങ്ങനെയാണോ പെരുമാറുന്നത്? ഇതുപോലും ചിന്തിക്കാൻ ശേഷിയില്ലാത്ത ഒരു ഏറ്റവും, അതായത് അങ്ങേയറ്റം പ്രാകൃതമായി ചിന്തിക്കുന്ന, വെറും ഈ എന്താ പറയുക, ഉൾക്കാട്ടുകളിൽ കഴിയുന്ന വസ്ത്രമുടുക്കാത്ത ഈ ആദിമനിവാസികളെ പോലെ ഇപ്പോഴും ഈ ഇലയൊക്കെ കൊണ്ട് ശരീരം മറയ്ക്കുന്ന, നഗ്നത മറയ്ക്കുന്ന വിഭാഗങ്ങളുണ്ടല്ലോ ഈ ആഫ്രിക്കൻ കാടുകളിൽ. അവരുടെ അത്ര പോലും ചിന്താശേഷി ഇല്ലാത്ത ആൾക്കാരായി ഈ വലിയ വിദ്യാഭ്യാസമൊക്കെ കിട്ടിയവർ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത. നമ്മൾ തിരിച്ചറിയേണ്ടത്, പിന്നെ ഈ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് പ്രയോജനം? ഇവർ എന്താണ് പഠിച്ചത്? ഈ ആധുനിക ഉന്നത വിദ്യാഭ്യാസം നേടിയവർ, വലിയ വലിയ ഡിഗ്രികൾ സമ്പാദിച്ചവർ, PhD ചെയ്തവർ, ഇവരൊക്കെ ഈ പോകുന്നത് ഇങ്ങനെ ഇത്തരം ചോദ്യങ്ങളും ഒക്കെ ചോദിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരു പുരോഹിതൻ നിന്ന് പ്രസംഗിക്കുന്നത് കേട്ടു ഞാൻ, അത് യൂട്യൂബിൽ കണ്ടതാണ്. ഈ പട്ടിയും പൂച്ചയും ഒക്കെ ഏത് മെഡിക്കൽ കോളേജിൽ പോയാണ് പ്രസവിക്കുന്നത് എന്ന്. എന്നാൽ പിന്നെ ഈ അസുഖം വരുമ്പോഴും ഒരാശുപത്രിയിലും ഒരു ചികിത്സയും ചെയ്യണ്ടല്ലോ, മിണ്ടാതിരുന്നാൽ മതിയല്ലോ. അതങ്ങ് താനെ പട്ടിയും പൂച്ചയൊന്നും ഒരു ആശുപത്രിയിലും പോകാറില്ലല്ലോ. ഈ നമ്മളീ പറയുന്ന മനുഷ്യനെ ഇണക്കി വളർത്തുന്ന ജീവികളുടെ കാര്യം പോട്ടെ, കാട്ടിലും ഒരുപാട് ജീവികളുണ്ട്. കടുവയുണ്ട്, പുലിയുണ്ട്, മാനുണ്ട്, അങ്ങനെ നിരവധി ജീവജാലങ്ങളുണ്ട്. അതൊന്നും ഒരിടത്തും പോയി ചികിത്സിക്കുന്നില്ലല്ലോ. എന്നാൽ അതിനെപ്പോലെ അങ്ങ് ജീവിച്ചാൽ പോരെ, തുണി ഉടുക്കാതെ? എന്തൊരു മ്ലേച്ഛമായ, എന്തൊരു സംസ്കാരമില്ലാത്ത ചിന്തയും പ്രവൃത്തിയുമാണ് എന്ന് നോക്കൂ.
എന്തായാലും അത്തരക്കാരുടെ ഇടയിൽ നിന്നാണ് ഈ പറയുന്നത് പോലെ വലിയ വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടായിട്ടും ഈ വീടുകളിൽ പ്രസവിക്കാൻ പ്രേരിപ്പിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നത്. അതുപോലെയാണ് അധ്യാപന വൃത്തിയിൽ നിന്ന് നമ്മുടെ ബോർഡിൽ, ബ്ലാക്ക് ബോർഡിൽ ചോക്ക് കൊണ്ട് എഴുതേണ്ട കൈകൾ ആ ചോക്ക് ഉപേക്ഷിച്ചിട്ട് തോക്കെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നത്. ഇത് എന്തായാലും ഇതൊന്നും വെച്ചു പൊറിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഈ ഭീകരവാദികളുടെ കുടുംബാംഗങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ എത്രയും പെട്ടെന്ന് കീഴടങ്ങണം. അതിഥികളെ കൊല്ലുന്നത് മാന്യതയല്ല, മര്യാദയല്ല, സംസ്കാരത്തിന് നിരക്കുന്നതല്ല. അതിൻ്റെ പേരിൽ ഇനി ഏത് സ്വർഗം കിട്ടിയാലും ശരി അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കീഴടങ്ങണം. ഇനി അഥവാ ഏറ്റുമുട്ടലിൽ ഇവർ കൊല്ലപ്പെട്ടായാലും ഞങ്ങൾ അവരെ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞ് ഇവരുടെ ബന്ധുക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. അത് പ്രതീക്ഷയ്ക്ക് നേരിയ വക നൽകുന്ന കാര്യമാണ്.